ഇതിപ്പോൾ ഒരു അലുമിനിയം ഫോയിലാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അലുമിനിയം ഫോയിൽ ഞാൻ അത് ഓണാക്കുകയാണ്. ഓണാക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ തെറിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്തു, എന്നിട്ട് ടെമ്പറേച്ചർ ഓൺ ചെയ്തു. ഓൺ ചെയ്ത സമയത്ത് ഇതിങ്ങനെ പാറിപ്പോകുന്ന കാണാം. അതായത് പാറിപ്പോകാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവിടെ നിൽക്കില്ല, കാരണം ഇതിങ്ങനെ പാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഞാനൊരു ഈ ഒരു ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോ കളരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രവർത്തനമാണ്. ഇൻഡക്ഷൻ കുക്കർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളും ആ നടക്കുന്ന കാര്യങ്ങൾ വഴി എങ്ങനെയാണ് നമ്മുടെ ഇതിന് മുകളിൽ വച്ചിരിക്കുന്ന വെള്ളമാവട്ടെ, എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആവട്ടെ, അത് എങ്ങനെയാണ് ചൂടാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു തിയററ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡെമോ കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഫുഡ് ചൂടാവുന്നതിൻ്റെ ഡെമോ അല്ല, അതിൻ്റെ പിന്നടക്കുന്ന ആ ഒരു തിയററ്റിക്കൽ പോയിൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ചെറിയ ഡെമോ കൂടി ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് അടക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഭാഗങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇൻറ്റേർണൽ നമുക്ക് കാണുന്ന ബോർഡിൻ്റെ ഉൾഭാഗം കാണുന്ന ഇതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നത് ഇതിൻ്റെ മെയിൻ കോയിലാണ്. ഈ കാണുന്നത് മെയിൻ കോയിൽ. പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ ഡിസ്പ്ലേയും അതുപോലെ ടച്ചും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഇൻപുട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസും കാണുന്നതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ കൺട്രോൾ ബോർഡ് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് സെൻറ്ററിൽ കാണുന്നത് ഒരു ടെമ്പറേച്ചർ സെൻസറാണ്, അതോടൊപ്പം തന്നെ ഒരു ഫീഡ്ബാക്ക് സെൻസർ കൂടിയാണ്. അപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ ഈ ഒരു ഡിവൈസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ആയി എന്ന് നമ്മുടെ കൺട്രോൾ ബോർഡിലേക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു സെൻസറാണ് ഈ ടെമ്പറേച്ചർ സെൻസർ. ഈ ടെമ്പറേച്ചർ സെൻസറും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ കാണുന്ന ഗ്ലാസ് പ്ലേറ്റും തമ്മിൽ നല്ലൊരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം. ആ കോൺടാക്റ്റ് നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കളറിൽ കാണുന്ന തെർമൽ പേസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഡിവൈസ് ഓവർ ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ അണ്ടർ ഹീറ്റ് ആവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഈ കോയിൽ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എലമെൻ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ നോർമൽ ഹീറ്റർ അല്ലെങ്കിൽ കെറ്റിൽ അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ, അതിൻ്റെ അകത്തൊക്കെ കാണുന്നത് ഹീറ്റിംഗ് എലമെൻ്റാണ്. ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ചൂടായിട്ടാണ് അതുമായിട്ട് കോൺടാക്റ്റുള്ള മെറ്റീരിയൽസ് ചൂടാവുന്നത്. അപ്പോൾ അത് ഒരു ടങ്സ്റ്റണോ അല്ലെങ്കിൽ നിക്രോമോ പോലുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ കാണുന്ന കോയിൽ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എലമെൻ്റ് അല്ല. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡക്ഷൻ കോയിലാണ്. ഈ ഇൻഡക്ഷൻ കോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു ഹൈ ഫ്രീക്വൻസി ഹൈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി ഉള്ള ഒരു ഹൈ കറണ്ട്, ഏകദേശം ഇതൊരു 1600 വാട്ടിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 1600 ഡിവൈഡഡ് ബൈ 230 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഏകദേശം 10 ആംപിയർ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 25 കിലോ ഹെർട്സ് മുതൽ 50 കിലോ ഹെർട്സ് വരെയാണ്. സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി നമുക്ക് തരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ചില സർക്യൂട്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത് ഒരു 25 കിലോ ഹെർട്സ് മുതൽ 40 അല്ലെങ്കിൽ 50 കിലോ ഹെർട്സ് വരെ അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഹൈ കറണ്ട് ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് ഈ കോയിലിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തുകൂടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തേക്ക് നമ്മളൊരു കണ്ടക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റൽ നമ്മളിതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ
ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന മെറ്റൽ എന്തായി മാറുന്നു? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഭാഗമായി മാറുന്നു. അങ്ങനെ മാറുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മൾ വെച്ച ഈ മെറ്റൽ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ കറണ്ടിനാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് കറണ്ട് അതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ കറണ്ടിന് എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനും എല്ലാം നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കറണ്ടിൻ്റെ ഡയറക്ഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അതിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും ഈ പറയുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് എന്തെങ്കിലും ഒരു പ്രതിരോധം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രോൺസ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഹീറ്റാണ് നമ്മൾ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു മെറ്റൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇരുമ്പോ അല്ലെങ്കിൽ സ്റ്റീലോ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സ്കിൻ ഡെപ്ത് കുറഞ്ഞ മെറ്റീരിയൽസാണ്. എന്താണ് സ്കിൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് നമ്മൾ ഇതിലൂടെ കോയിലിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസി കൂടുന്തോറും കറണ്ട് പാസ് ചെയ്യുന്നത് ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ സ്കിന്നിലൂടെ ആയിരിക്കും, അതായത് അതിൻ്റെ സർഫസിലൂടെ ആയിരിക്കും കറണ്ട് പാസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി കൂടുന്തോറും, ഫ്രീക്വൻസി കുറയും തോറും അതിൻ്റെ കോറിലൂടെ ആയിരിക്കും, അത് ഇന്നർ സൈഡിലൂടെ ആയിരിക്കും ഈ കറണ്ട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ AC കറണ്ട് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി സ്ട്രാൻഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി സ്ട്രാൻഡുള്ള വയർ ഉപയോഗിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ഇഴകളുള്ള വയർ കണ്ടില്ലേ, നമ്മൾ സാധാരണ വയർ പൊളിച്ച കുറേ ഇഴകളുണ്ടാവും. ഇങ്ങനെ ഇഴകൾ കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഈ AC സിഗ്നലിന് അതായത് ഈ പറയുന്ന ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ 50 ഹെർട്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസിലൂടെ പോകാനായിരിക്കും അതിന് ടെൻഡൻസി കൂടുതൽ. അപ്പോൾ അത് അങ്ങനെ കുറേ സ്ട്രാൻഡ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഓരോ ഇഴകളിലൂടെയും കറണ്ട് പാസ് ചെയ്ത് പോകും. ആ സമയത്ത് നമ്മൾ AC പാസ് ചെയ്യാൻ ഇതുപോലൊരു കണ്ടക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇതിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന് സഞ്ചരിക്കാനുള്ള ഏരിയ കുറവായിരിക്കും അല്ലേ. ഒരൊറ്റ കണ്ടക്ടറാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഏരിയ കുറവായിരിക്കും. പക്ഷേ നമ്മൾ കുറേ മൾട്ടി ഇഴകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ എല്ലാ ഇഴകളുടെ മുകളിലൂടെയും സർഫസിലൂടെയും എന്ത് ചെയ്യും? കറണ്ട് കടന്നു പോകും. പക്ഷേ DC ആണ് നമ്മളൊരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗിൾ സ്ട്രാൻഡ് വയറാണ്. അതായത് നമ്മൾ അതിൻ്റെ കോറിൻ്റെ ഇന്നർ കോറിലൂടെ ആയിരിക്കും അത് കറണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒരു വയറിൻ്റെ മെജോറിറ്റി ഏരിയ അത് കവർ ചെയ്ത് അത് ഉപയോഗപ്പെടുത്തും അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ മൾട്ടി സ്റ്റാൻഡും സിംഗിൾ സ്റ്റാൻഡും നമ്മൾ ഈ AC-യിലും DC-യിലും ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്ന മെറ്റീരിയൽസ്, ഇതിൻ്റെ മുകളിൽ വെക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ പാത്രം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്കിൻ ഡെപ്ത് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഈ സ്കിൻ ഡെപ്ത് കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മുടെ സ്റ്റീല്, അതുപോലെ ഇരുമ്പ് എന്നൊക്കെ പറയുന്നത് സ്കിൻ ഡെപ്ത് കുറഞ്ഞ മെറ്റീരിയലാണ്. സ്കിൻ ഡെപ്ത് കൂടിയ മെറ്റീരിയലാണ് ഈ കോപ്പർ, അലുമിനിയം പോലുള്ള മെറ്റീരിയൽസ്. അപ്പോൾ അലുമിനിയം, കോപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഉണ്ടാകുന്ന കറണ്ട്, ആ പാത്രത്തിലുണ്ടാകുന്ന കറണ്ട് എന്ത് ചെയ്യും? അതിലൂടെ സിമ്പിളായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് കൂട്ടിമുട്ടുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി കാരണം ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് ഈ വെള്ളം ബോയിൽ ചെയ്യാൻ മാത്രമുള്ള ഒരു ഹീറ്റ് അതിനകത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ ഞാൻ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിരിക്കുകയാണ്. ഇതൊരു അലുമിനിയം ഫോയിലാണ്. അപ്പോൾ അലുമിനിയം ഫോയിൽ എന്ന് പറയുന്നത് ഏകദേശം സ്കിൻ ഡെപ്ത്, ഇത് പ്യുവർ അലുമിനിയം അല്ലല്ലോ, അലുമിനിയം ഫോയിലാണ്. അപ്പോൾ എന്തായാലും അത്ര കണ്ടക്റ്റീവ് ആയിരിക്കില്ല, കുറച്ചും കൂടെ ഈ സ്കിൻ ഡെപ്ത് കുറവായിരിക്കണം. അത് മാത്രമല്ല അതിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരിക്കണം. ഒരു മീഡിയം റെസിസ്റ്റൻസ് ഉള്ള കോപ്പർ എന്ന് പറയുന്നത് ഹൈ കണ്ടക്റ്റീവാണ്, അലുമിനിയം എന്ന് പറയുന്നത് ഹൈ കണ്ടക്റ്റീവാണ്. നമ്മൾ ഈ KSFിൻ്റെ ലൈനൊക്കെ പോയിരിക്കുന്ന അലുമിനിയാണ്, അപ്പോൾ അതും ഹൈ കണ്ടക്റ്റീവാണ്. പക്ഷേ ഈ പറയുന്ന സ്റ്റീൽ എന്നൊക്കെ പറയുന്ന ഒരു അലോയിയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും, വളരെ നല്ല ഒരു പരിധി വരെ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ അലുമിനിയം ഫോയിലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ആ കറണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ കറണ്ട് ഉണ്ടാകാൻ കാരണമായതിൻ്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അത് കാരണം നമ്മൾ ആ പാത്രം ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രത്തിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളം ചൂടാവുകയും ബോയിലാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു അലുമിനിയം ഫോയിലാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അലുമിനിയം ഫോയിൽ ഞാൻ ഓണാക്കുന്ന സമയത്ത് ഇതിനെ തെറിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്തു, എന്നിട്ട് ടെമ്പറേച്ചർ ഓൺ ചെയ്തു. സമയത്ത് ഇതിങ്ങനെ പാറിപ്പോകുന്ന കാണാം. അതായത്
പാറിപ്പോകാൻ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവിടെ നിൽക്കില്ല, കാരണം ഇതിങ്ങനെ പാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഞാനൊരു ഈ ഒരു ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വരും, കണ്ടോ? ഇത് താഴേക്ക് വരും, പിന്നെ മുകളിലേക്ക് വരും, പിന്നെ താഴേക്ക് വരും. അപ്പോൾ ഈ താഴേക്കും മുകളിലേക്കും പോകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇതിൻ്റെ അകത്ത് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് ചൂടാവുന്നത്. ഫ്ലോ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും മെറ്റീരിയൽ, കോപ്പറോ അലുമിനിയൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കില്ല, പാത്രം ചൂടാവില്ല. പക്ഷേ ചെറിയ ഇമ്പ്യൂരിറ്റീസ് കാരണം ചെറിയൊരു ചൂടുണ്ടാവും. നമുക്ക് ഇവിടുത്തെ കൈ വെച്ചാലൊന്നും ഇത് ചൂടാവില്ല. ഇതൊക്കെ വളരെ കൂളായിട്ടുള്ളൊരു പ്രതലമാണ്. ഇപ്പോൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇത് ചൂടുണ്ടാവില്ല. ഇനി ഇതിൻ്റെ അകത്ത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കറണ്ട് ഉണ്ടല്ലോ, ഈ കറണ്ട് കാരണം എന്തുണ്ടാവും, ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇതിൻ്റെ അകത്തൊരു ഫ്ലക്സ് ഉണ്ടാവും, ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലൊരു ഫ്ലക്സ് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫാരഡേസിൻ്റെ ഒരു ലോ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണക്കാരനായ ആരാണോ അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കറണ്ട് ഉണ്ടല്ലോ, ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം കറണ്ട് ഒപ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാക്കണം. അപ്പം ഇതിൻ്റെ അകത്തുണ്ടാകുന്ന കറണ്ടിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റിയും അതിൻ്റെ സൗത്ത് നോർത്ത് ഉണ്ടല്ലോ, നോർത്ത് സൗത്ത്, അതുപോലത്തെ പൊളാരിറ്റി, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന പൊളാരിറ്റിയും ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന പൊളാരിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പം ആ സെയിം ആയിരിക്കുന്ന സമയത്ത് ഇത് രണ്ട് റിപ്പൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ റിപ്പൽ ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഡിവൈസ് മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ മുകളിൽ പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല. അതായത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അത് പാത്രങ്ങൾ അതിൽ വെച്ചാൽ മാത്രമേ ഈ കോയിലിൻ്റെ അകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അങ്ങനെ സ്വിച്ചിങ് സംവിധാനം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം ഈ ഫോയിൽ മുകളിലേക്ക് റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് മനസ്സിലാക്കുകയാണെന്ത്, ഇതിൻ്റെ മുകളിൽ പാത്രങ്ങളൊന്നുമില്ല, അപ്പോൾ നമുക്കിത് ഓഫ് ആവാം. അപ്പോൾ അങ്ങനെ ഓഫ് ആവുന്നതാണത്. ഇനി നമ്മൾ ഈ ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതെന്ത് ചെയ്യും, പാത്രം വെച്ചതായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയും വീണ്ടും ഈ കോയിലിൻ്റെ ഉള്ളിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും ഇതിനകത്ത് വീണ്ടും. ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അതാണ്. ഇപ്പം ഓഫായി, ഓണായി, ഓഫായി, വീണ്ടും ഓണായി. അപ്പം ആ രണ്ട് പൊളാരിറ്റിയും തമ്മിൽ റിപ്പൽ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ രണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് പാറിപ്പോകും. പക്ഷേ നമ്മൾ ഇത് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സംഭവിക്കും, ഇതിനകത്ത് നന്നായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഇത് കത്തി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഡെമോ കൂടി നമുക്ക് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. കുട്ടികൾ ആരും തന്നെ ഇത് അനുകരിക്കരുത്, നമ്മുടെ വീടുകളിൽ ആരും തന്നെ ഇത് അനുകരിക്കരുത്. കാരണം ഈ അലുമിനിയം ഫോയിൽ കത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പിടി വിട്ട് കഴിഞ്ഞാൽ ഇത് പാറി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് വീഴാൻ സാധ്യതയുണ്ട്, പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊള്ളലേൽക്കുന്ന സമയത്ത് ഇലക്ട്രോ കളരി ഒരിക്കലും അതിന് ഉത്തരവാദിയായിരിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ അലുമിനിയം ഫോയിലിൻ്റെ അകത്ത് വലിയൊരു കറണ്ട് ഉണ്ടാവുകയും ആ എഡ്ഡി കറണ്ട് ഉണ്ടാവുകയും ആ എഡ്ഡി കറണ്ടിൻ്റെ കാരണക്കാരായിട്ടുള്ള ഇലക്ട്രോൺസ് പരസ്പരം കൂട്ടിമുട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം ഈ ഫോയിൽ ഇങ്ങനെ കത്തുന്നത്. ഇവിടെ ഞാനൊരു പേപ്പർ വെച്ചു. പേപ്പർ എന്താണ്, കണ്ടക്റ്റീവ് അല്ലാതെ ചൂടില്ല, ഒന്നുമില്ല. ഇവിടെ ഒന്നും സംഭവമൊന്നുമില്ല. ഞാൻ കൈ വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ, ഒന്നുമില്ല. അതായത് ഇത് സംഭവം ചൂടാവുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ, ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നില്ല, ഇത് കണ്ടക്റ്റീവ് ആവുന്നില്ല, ഇതിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നില്ല, കറണ്ട് ഉണ്ടാവുന്നില്ല, ഒപ്പോസ് ചെയ്യുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അത് നമ്മുടെ കൈ വെക്കുന്ന സമയത്ത് തന്നെ കൈ എന്തില്ല, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റീവ് അല്ല. കണ്ടക്റ്റീവ് മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടക്റ്റീവ് അല്ല, റെസിസ്റ്റീവ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്കിൻ ഡക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ആണ് നമ്മുടെ കൈയൊക്കെ. ഇത് കൈയാണെങ്കിലും ഒരു വുഡ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു മെറ്റലാണെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, അതങ്ങനെ ആ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. സ്കിൻ ഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കിൻ ഡെപ്ത് കിട്ടാൻ വേണ്ടി പാത്രങ്ങളുടെ താഴെ നമ്മൾ സ്കിൻ ഡെപ്ത് ഉള്ള സ്കിൻ ഡെപ്ത് കുറഞ്ഞ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഈ ഇൻഡക്ഷൻ കുക്കറിന് മാത്രമായിട്ട് വരുന്ന ഈ പാത്രങ്ങൾ കണ്ടിട്ടില്ലേ, സ്കിൻ ഡെപ്ത് കുറഞ്ഞ മെറ്റീരിയൽസ് താഴെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ പാത്രങ്ങളായിരിക്കും ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് വരുന്ന പാത്രങ്ങൾ. അത് നമുക്ക് ഗ്യാസിനകത്തും വെക്കാം, പക്ഷേ ഇൻഡക്ഷൻ കുക്കറിനകത്തും വെക്കാം. പക്ഷേ ഗ്യാസിനകത്ത് മാത്രം വെക്കുന്ന പാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാൻ കഴിയില്ല. സ്റ്റീലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ഈ സാധാരണ കോപ്പർ, അലുമിനിയം പോലുള്ള പാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിന് മുകളിൽ വെക്കാൻ കഴിയില്ല. ഇൻഡക്ഷൻ കുക്കറിന് മുകളിൽ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ പാത്രത്തിൻ്റെ താഴ്ഭാഗത്തെങ്കിലും എന്തുണ്ടാവണം, ഈ പറയുന്ന സ്കിൻ ഡെപ്ത് കുറഞ്ഞ റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കുന്ന പാത്രങ്ങളായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്മൂത്തായിട്ട് വെച്ചിട്ട് ചൂടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള പാത്രങ്ങൾ ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടി മാത്രമായിട്ട് വരുന്നത്.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.